ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഇന്ന് നമ്മൾ ഇൻഡേഴ്സ് 12 ഇൻകം ടാക്സിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. ചെറിയൊരു തിയറി ഏരിയയും ബാക്കി 3 പ്രോബ്ലംസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആരംഭിക്കാം. ഫസ്റ്റ് വൺ, അൺയൂസ്ഡ് ടാക്സ് ലോസസ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ്സ്. സോ അൺയൂസ്ഡ് ടാക്സ് ലോസസ് ഓർ ടാക്സ് ക്രെഡിറ്റ്സ് എന്താണ് വെച്ചാൽ, ഒരു ഫേമിനെ സംബന്ധിച്ച് അവിടെ അൺയൂസ്ഡ് ടാക്സ് ലോസസും ടാക്സ് ക്രെഡിറ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അൺയൂസ്ഡ് ആയിട്ടുള്ള ടാക്സ് ക്രെഡിറ്റോ ടാക്സ് ലോസസോ ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പോയിന്റ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് പരിശോധിക്കാം. ദ എൻ്റർപ്രൈസ് മേ ഹാവ് അൺയൂസ്ഡ് ടാക്സ് ലോസസ് ഓർ ടാക്സ് ക്രെഡിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. This will be carry forward to be offset against taxable profit. Index 12 states that such circumstances deferred tax asset may be recognized to the extent that further taxable profit will be available against which the unused tax losses and unused tax credits can be utilized. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫേമിനെ സംബന്ധിച്ച് അൺയൂസ്ഡ് ടാക്സ് ലോസോ ടാക്സ് ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം. സോ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് ഓഫ്സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റിനെതിരെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പോയിന്റ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇല്ലുസ്ട്രേഷനിൽ അൺയൂസ്ഡ് ടാക്സ് ലോസസോ ടാക്സ് ക്രെഡിറ്റ്സോ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. അതായത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും അതെന്ത് ചെയ്യണം, ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പഠിക്കാനില്ല, പക്ഷേ ഒരു തിയറി പോർഷൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ ഇൻഡേഴ്സ് 12 ഇൻകം ടാക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ തിയറി ഏരിയാസും നമ്മൾ അൺയൂസ്ഡ് ടാക്സ് ലോസസ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ്സ് ഡിസ്കസ് ചെയ്തതോടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഇല്ലുസ്ട്രേഷനിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച തിയറി ഏരിയയുടെ ഇല്ലുസ്ട്രേഷൻ ഭാഗത്തേക്ക്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് illustration first. An item of property, plant and equipment has a carrying amount of 1 lakh rupees, a tax base of 60,000 rupee. A tax rate of 20% will apply if the item were sold. 20% will apply if the item were sold, and tax rate of 30% would apply to other income. Calculate the deferred tax liability. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് deferred tax liabilities കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ഇവിടെ ക്യാരിയിങ് എമൗണ്ട് തന്നിട്ടുണ്ട്, ടാക്സ് ബേസും തന്നിട്ടുണ്ട്. സോ ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാം, ടെമ്പററി ഡിഫറൻസ് കാണാം. ടെമ്പററി ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ deferred ടാക്സ് ലയബിലിറ്റീസ് കാണാം. സോ ഇവിടെ 2 ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, അതായത് 20% തന്നിട്ടുണ്ട്, 30% തന്നിട്ടുണ്ട്. സോ 30% തന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഐറ്റം സെല്ല് ചെയ്താൽ 30% അല്ലെങ്കിൽ 20% അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ ഇവിടെ തന്നത് 1 lakh ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസ് 60,000 സോ ടെമ്പററി ഡിഫറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടെമ്പററി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് എമൗണ്ട് ലെസ് ടാക്സ് ബേസ് ആണ്. സോ ക്യാരിയിങ് എമൗണ്ട് 1 ലക്ഷവും ടാക്സ് ബേസ് 60,000 നമുക്ക് എന്ത് കിട്ടും, ടെമ്പററി ഡിഫറൻസ് 40,000 കിട്ടും. സംശയമൊന്നുമില്ല, നമ്മൾ ടെമ്പററി ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചതാണ്, അതിൻ്റെ ഇക്വേഷനും പഠിച്ചതാണ്. സോ ദ എൻറ്റിറ്റി വുഡ് റെക്കഗ്നൈസ് എ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ എൻറ്റിറ്റി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ 20% ആണ് ടാക്സ് റേറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ 20%, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് 40,000 സോ 40,000 × 20/100. 40,000ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 8,000. സോ എൻറ്റിറ്റി വുഡ് റെക്കഗ്നൈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 8,000 വരിക. പിന്നെ പറയുന്നത് വെച്ചാൽ എക്സ്പെക്റ്റഡ് ടു സെൽ ദ ഐറ്റം വിത്തൗട്ട് ഫർദർ യൂസ്. അങ്ങനെയാണെങ്കിൽ ഡെഫേർഡ് ലയബിലിറ്റി എത്രയാണ്? കൂടുതൽ യൂസ് ഇല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ മെഷീനറി വിറ്റിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് 30% ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 40,000 × 30/100. 40,000ന് 30% എന്ന് പറയുമ്പോൾ 12,000. സോ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത കാര്യം
ആദ്യം ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിച്ചു. ടെമ്പററി ഡിഫറൻസ് 40,000 അതായത് ക്യാരിയിങ് എമൗണ്ട് ലെസ് ടാക്സ് ബേസ് 1,00,000 മൈനസ് 60,000 എന്ന് പറയുമ്പോൾ 40,000 കിട്ടും. പിന്നെ 2 ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, 20% 30%. സെല്ല് ചെയ്യുമ്പോഴുള്ള ടാക്സ് റേറ്റ് 30%. സോ 40,000 ഇൻറ്റു 30/100 12,000. അല്ലാത്തപ്പോഴുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20%. സോ 40,000 ഇൻറ്റു 20/100 8,000. സോ കാര്യമായിട്ട് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോബ്ലമാണ് ഇത്. ചെറിയൊരു ഇല്ലുസ്ട്രേഷനാണ്. സോ അടുത്തതായിട്ട് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഇല്ലുസ്ട്രേഷനിലേക്കാണ് കടക്കുന്നത്. സോ ഈ ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു അസറ്റ് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പററി ഡിഫറൻസ് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ നിങ്ങളൊന്ന് ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെമ്പററി ഡിഫറൻസ് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ് മൈനസ് ടാക്സ് ബേസ് ആണ്. സോ അവിടെ ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റിൽ നിന്ന് ടാക്സ് ബേസ് കുറയ്ക്കണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക, ഏത് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഈ ഒരു ബേസിലായിരിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോബ്ലം മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ കമ്പനി റീവാല്യൂഡ് ഇറ്റ്സ് PPE on 1st April 2090. The details are follows. അതായത് ഒരു കമ്പനിയുടെ പ്ലാന്റ്, പ്രോപ്പർട്ടി, എക്യുപ്മെൻറ്റ് 2019 ഏപ്രിൽ 1 റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. സോ റീവാല്യൂ ചെയ്ത കേസ് ആണ് ഇവിടെ തരുന്നത്. റീവാല്യൂ ചെയ്യുമ്പോൾ ടെമ്പററി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ് മൈനസ് ടാക്സ് ബേസ് ആണ്. ക്യാരിയിങ് വാല്യൂ ഓഫ് ദ അസറ്റ് 30,000 തന്നിട്ടുണ്ട്. ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ്സ് റീവാല്യൂഡ് 1,00,000 രൂപ. ടാക്സ് ബേസ് 30,000 രൂപ. ദ അസറ്റ് ആർ ഡിപ്രീസിയേറ്റഡ് അറ്റ് 20% ഇൻ ബുക്ക് SLM ബേസിസ് ആൻഡ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 20% ഫോർ ടാക്സ് ബേസിസ്. സോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റ് 20% ബുക്കിൽ, അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ 20% ഡിപ്രീസിയേഷൻ ഉണ്ട്. ടാക്സ് പർപ്പസിലും 20% തന്നെയാണ് ഡിപ്രീസിയേഷൻ ഉള്ളത്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 50%. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ടെമ്പററി ഡിഫറൻസ് കാണാം. ടെമ്പററി ഡിഫറൻസ് കാണുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ റീവാല്യൂഡ് അസറ്റ് മൈനസ് ടാക്സ് ബേസ് ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. സോ സൊല്യൂഷൻ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആദ്യം നമ്മൾ ഓപ്പണിംഗ്, അതായത് 1/4/2019 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 1/4/2019 ടെമ്പററി ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഓൺ 1/4/2019, അതായത് 1,00,000 ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ്, 30,000 ടാക്സ് ബേസ്. സോ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ് 1,00,000 മൈനസ് ടാക്സ് ബേസ് 30,000. സോ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് 70,000. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് നമുക്ക് 70,000 കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ 50% ടാക്സ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. 70,000 ഇൻറ്റു 50/100 35,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. സോ അത് എന്ത് ചെയ്യണം, ജേർണലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ജേർണലിൽ റെക്കോർഡ് ചെയ്യണം. റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ 35,000 ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 35,000. സോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യേണ്ട ജേർണൽ എൻട്രിയാണ് ഇത്. ഒരു ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രിയാണ്. അതായത് IND-AS 12 പഠിക്കുന്ന ഒരാൾ മനസ്സിൽ വെക്കേണ്ട ഒരു ജേർണൽ എൻട്രിയാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ജേർണൽ എൻട്രി റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. സോ എമൗണ്ട് 35,000 ആണ്. ഇപ്പം നമ്മൾ ഓപ്പണിംഗ് വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റ് ഓൺ 31st March 2020 ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോ. അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 20% ആണ് ഡിപ്രീസിയേഷൻ. അതായത് റിട്ടൺ ഡൗൺ വാല്യൂ 20% വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ റീവാല്യൂഡ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് 1,00,000. അതായത് റീവാല്യൂഡ് അസറ്റിൻ്റെ വില എന്ന് പറയുന്നത് 1,00,000. 1,00,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 20,000. സോ റിട്ടൺ ഡൗൺ വാല്യൂ ഇൻ ബുക്സ്
80,000, അതായത് 1,00,000 മൈനസ് 20,000. 1,00,000-ൻ്റെ 20% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1,00,000 മൈനസ് 20,000 വരുന്നത്. WDV ഫോർ ടാക്സ് പർപ്പസ്. ടാക്സ് പർപ്പസിന് റിട്ടേൺ ഡൗൺ വാല്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. ടാക്സ് ബേസ് 30,000 ആണ്. സോ 30,000-ൻ്റെ 20% എന്ത് ചെയ്യുന്നത്, ടാക്സ് റേറ്റ് വരുന്നത്. 30,000 × 20/100, അപ്പോൾ 6,000. 30,000 6,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂ, റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ ടാക്സ് പർപ്പസ് കിട്ടും. അതായത് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂലെ എമൗണ്ട് ആണ് കിട്ടുന്നത്, 24,000 കിട്ടും. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് WDV ഇൻ ബുക്സ് മൈനസ് WDV ഇൻ ടാക്സ് പർപ്പസ്, അതായത് 50,000 മൈനസ് 24,000, 56,000 കിട്ടുന്നത്. ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അങ്ങനെയാണ്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 50% ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. സോ 56,000 × 50/100, 28,000 ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കിട്ടുന്നു. റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ്. സോ റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി നമുക്ക് 35,000 കിട്ടിയത്. ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി 28,000 കിട്ടിയത്. സോ റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ് 7,000 വരുന്നത്. സോ ഇത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷേ സംശയങ്ങൾക്കൊന്നും ഇവിടെ ഇല്ല. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചോദ്യത്തിൽ ആദ്യം നമ്മൾ ഓപ്പണിംഗ്, അതായത് 1/1/2019 ഐറ്റംസ്, അല്ലെങ്കിൽ 1/1/2019 ടെമ്പററി ഡിഫറൻസും ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും ആണ് ആദ്യം കണ്ടത്. സോ 1/1/2019 ടെമ്പററി ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫെയർ വാല്യൂ ഓഫ് അസറ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ബേസ് കുറയ്ക്കുന്നു. സോ 70,000 കിട്ടുന്നു. ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി പറഞ്ഞിട്ടുണ്ട് 50% ടാക്സ് ബേസ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 70,000 × 50/100, 35,000 നമുക്ക് എന്ത് കിട്ടുന്നു, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കിട്ടുന്നു. സോ അതിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നു. ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി റെക്കഗ്നൈസ് ചെയ്താൽ റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി 35,000 വരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് ക്ലോസിംഗ് എമൗണ്ട് ആണ്. സോ ഡിപ്രീസിയേഷൻ റേറ്റും കാര്യങ്ങളൊക്കെ ഇത് തന്നിട്ടുണ്ട്. അതും ഡിപ്രീസിയേഷൻ കാണണം. 1,00,000 രൂപയാണ് ഫെയർ വാല്യൂ. സോ ഈ 1,00,000 രൂപയുടെ 20% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1,00,000 × 20/100, 20,000 വരും. സോ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫെയർ വാല്യൂ എന്ന് കുറക്കണം. 1,00,000 മൈനസ് 20,000, 50,000. WDV കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടാക്സ് ബേസ് 30,000 ആണ്. അതിൻ്റെ 20% ടാക്സ് പർപ്പസിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. 30,000 × 20/100, 60,000 കിട്ടുന്നു. 30,000 × 20/100, 6,000 കിട്ടുന്നു. സോ ആ 6,000 എന്ത് ചെയ്യണം, 30,000 കുറച്ച് 24,000 നമുക്ക് WDV ഫോർ ടാക്സ് പർപ്പസ് കിട്ടുന്നു. സോ സെയിം രീതിയിൽ എന്ത് ചെയ്യുക, ടെമ്പററി ഡിഫറൻസ് കാണുക, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കാണുക. ടെമ്പററി ഡിഫറൻസ് സെക്കൻഡ് കേസിൽ 56,000, ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി 28,000 കിട്ടുന്നു. പിന്നെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ്. റിവേഴ്സൽ ടെമ്പററി ഡിഫറൻസ് കാണുന്നത് ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയിൽ നിന്ന് ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കുറയ്ക്കുകയാണ്. ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1/1/19 ക്ലോസിംഗ് എന്ന് പറയുന്നത് 31/1/20 സോ 35,000 മൈനസ് 28,000, 7,000 കിട്ടുന്നു. സംശയം ഒന്നുമില്ലാന്ന് വിശ്വസിക്കുന്ന, എന്തെങ്കിലും സംശയമുള്ളവർ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ തേർഡ്. An entity PP carrying value, plant, property and equipment carrying value 12,00,000, revalued at 16,00,000, rate of tax 30% പറയുന്നത്. ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എത്രയാണ്, ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എത്രയാണ്, അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. കാരിങ് വാല്യൂ 12,00,000, റീവാല്യൂഡ് അറ്റ് 16,00,000 പറയുന്നത്. റേറ്റ് ഓഫ് ടാക്സ് 30% തന്നിട്ടുണ്ട്. ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കാണണം, അതിലെങ്ങനെയാണ് ജേണൽ എൻട്രി പാസ് ചെയ്യാമെന്നും നമ്മൾ കണ്ടുപിടിക്കണം. സോ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ്. നേരത്തെ ചോദ്യത്തിൻ്റെ ക്കാളും ചെറിയൊരു ചോദ്യമാണ്. സോ നമ്മൾ ആദ്യം കാണേണ്ടത് ടെമ്പററി ഡിഫറൻസ് ആണ്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് 16,00,000 മൈനസ് 12,00,000, 4,00,000 ടെമ്പററി ഡിഫറൻസ് കിട്ടുന്നു.
ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ഇവിടെ ടാക്സ് റേറ്റ് 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4 ലക്ഷം ഇൻറ്റു 30/100, 4 ലക്ഷത്തിന് 30% കാണുന്നു. 1,20,000 നമുക്ക് എന്ത് കിട്ടുന്നു? ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ആയിട്ട് കിട്ടുന്നു. ഇതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. സോ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിച്ചതിൽ സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 16 ലക്ഷവും 12 ലക്ഷവും തമ്മിലുള്ള ഡിഫറൻസ് 4 ലക്ഷം. ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ 4 ലക്ഷത്തിന് 30% ടാക്സ്, അതായത് 4 ലക്ഷത്തിന് 30% എന്ന് പറയുന്നത് 1,20,000. അടുത്തതായിട്ട് ജേണൽ എൻട്രി ആണ്. പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് 4 ലക്ഷം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഓർമ്മിക്കുക. റിവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി 1,20,000 ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി കിട്ടുന്നത്. സോ ഇന്ന് നമ്മൾ ചെറിയൊരു തിയറി ഏരിയയും, അതായത് അൺയൂസ്ഡ് ടാക്സ് ലോസസ് ആൻഡ് അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റ്സ് 3 ഇല്ലുസ്ട്രേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇല്ലുസ്ട്രേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ ടെമ്പററി ഡിഫറൻസ് കാണുന്ന രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ക്യാരിയിങ് എമൗണ്ട് ഓഫ് റീവാല്യൂഡ് അസറ്റ് മൈനസ് ടാക്സ് ബേസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഉള്ളവർ നിർബന്ധമായും ചോദിക്കുക. ഒരു 4-5 ഇല്ലുസ്ട്രേഷനും കൂടി നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതായത് IndAS 12 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.